ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരൻ അവരെ 3 പേരെയും, അതായത് സുധാകരൻ മാഷിനെയും വിശ്വനെയും വിനായകനെയും വിളിച്ചു വരുത്തിയിരിക്കുക. അപ്പോൾ അവർ 3 പേരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുക കേട്ടോ. ഇവർ പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് വിനായകൻ. അച്ഛനാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കുക, തല ഉയർത്തി പിടിച്ച്. അപ്പോൾ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ മാഷേ? അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്ന് ഈ SI ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ മാഷ് ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ ഇവരോട് 3 പേരോട് മാറി മാറി ചോദിക്കുക. ഇയാൾ പറ വിനായക, അവനെവിടെ? എനിക്കറിയില്ല സാറേ എന്ന് വിനായകൻ പറഞ്ഞു. ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുക കേട്ടോ ഈ പോലീസുകാരൻ. അത് കഴിഞ്ഞ് മാഷിൻ്റെ അടുത്തേക്ക് എന്നു. മാഷേ, അപ്പം നിങ്ങളോട് ഇതേ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വരുണിനെ കൊലപ്പെടുത്തിയതിന് ശേഷം വിക്രം നിങ്ങളുടെ വീട്ടിൽ വന്നില്ലെന്നാണോ എന്ന് ചോദിക്കുമ്പം അവൻ കൊലപ്പെടുത്തിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു മാഷ്. നിങ്ങളത് കണ്ടോ? അന്നേരം മാഷേ, ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ കയറി ഇങ്ങോട്ട് എന്നെ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ വേണ്ട, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് SI പേടിപ്പിക്കുന്നു. അന്നേരം അവനവിടെ വന്നിട്ടില്ല സാറെന്ന് പറഞ്ഞു വിശ്വൻ. അപ്പോൾ അവനെ നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതങ്ങോട്ട് സമ്മതിച്ചാൽ ഞങ്ങൾക്ക് പോയി തെരഞ്ഞു പിടിക്കാൻ എളുപ്പമായിരുന്നെന്ന് ഇയാൾ പറയുക. അല്ലെങ്കിലേ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നതിനനുസരിച്ച് നിങ്ങളും കഷ്ടപ്പെടേണ്ടി വരും എന്ന് SI ഇവരോട് പറയണം. എന്നിട്ട് ഇങ്ങനെ മാറി മാറി ചോദിക്കുക. ഇവർ പറയുന്നവരെ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇവന്മാർ കേൾക്കുന്നേ ഇല്ല. അവൻ ആ വീട്ടിൽ വന്നതും ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി പോകുന്നതും കണ്ടവരുണ്ട്. നിങ്ങൾക്കറിയാത്ത ആ ഒരു ഒളിത്താവളത്തിലും അവൻ പോയി ഒളിക്കാനും പോകുന്നില്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന നീ SI ഇവരോട് പറയുക. അതുകൊണ്ട് സമയം മെനക്കെടുത്താതെ കാര്യം പറമാഷേ, അവനിപ്പോൾ എവിടെയാ ഉള്ളത്? അത് കേട്ടപ്പം അവൻ വീട്ടിൽ വന്നതും പോയതും സത്യം തന്നെയാണ്. പക്ഷേ അവനല്ല അത് ചെയ്തതെന്ന് എന്നോട് ഏറ്റു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയത്. അവൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഉറപ്പുണ്ടെന്ന് മാഷ് പറയുമ്പം ആരെപ്പറ്റിയാണോ താൻ ഈ വാദിക്കുന്നത്? എത്ര കേസുകൾ അവൻ്റെ പേരിൽ ഈ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ, എന്നിട്ട് ഒന്നിൽ പോലും കോടതി അവനെ ശിക്ഷിച്ചില്ലല്ലോ സാറേ, അതെന്താ എന്ന് സുധാകരൻ മാഷ് ചോദിച്ചു. ശരി, എൻ്റെ മകൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതേ ഒരുപാട് വൈകിട്ടാണെന്ന് സുധാകരൻ മാഷ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി അവൻ്റെ മേൽ ചാർത്തി കൊടുത്ത ആ പട്ടം ഞാൻ അങ്ങ് അംഗീകരിക്കണം എന്ന് മാഷ് ചോദിച്ചു. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് എന്നോട് പറയുമായിരുന്നു. പകരം അവനല്ല എന്ന് തന്നെ അവൻ എന്നോട് പറഞ്ഞത്. പിന്നെ എന്നോട് അവൻ ഒരിക്കലും നുണയും പറയില്ല. നിങ്ങൾ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് അവൻ ക്ലബിൽ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന് സാക്ഷികളും ഉണ്ടെന്ന് പറഞ്ഞപ്പം ഓഹോ, അപ്പോൾ താൻ സാക്ഷികളെയൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞു അല്ലടോ എന്ന് SI നമ്മുടെ മാഷിനോട് ചോദിച്ചു. അപ്പോൾ സത്യത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നവർക്കേ ഒന്നും കൃത്രിമമായി സംഘടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല സാറേ. സത്യത്തിന് നുണ സത്യം മാത്രമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മാഷ് പറയുക. അത് നിങ്ങളെപ്പോലെയുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ വഴായടയ്ക്കടോ പറഞ്ഞ മാഷയെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഒച്ച വെച്ചു. ഈ SI ഞാൻ പറയുന്നു തൻ്റെ മകനാണിത് ചെയ്തതെന്ന്. അവൻ വരുണിനെ കൊന്ന് ഒളിവിൽ പോയി. അവനെ ഒളിവിൽ പോകാൻ സഹായിച്ചതോ അവൻ്റെ അച്ഛനും ചേട്ടന്മാരും കൂടെ ചേർന്ന്. സകല എണ്ണത്തിനെ ഞാൻ അകത്താക്കും, കാണണോളോ തനിക്ക് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഒച്ച വയ്ക്കുമ്പം എൻ്റെ പൊന്നു സാറേ വേണ്ട എന്ന് പറഞ്ഞു വിശ്വൻ. കിടന്ന് മോങ്ങാതട വിശ്വം, ഇയാളൊരു ചുക്കും ചെയ്യില്ല എന്ന് നമ്മുടെ മാഷ് പറഞ്ഞു. അപ്പോഴത്തേനും ഇവന് കലി കയറി പോലീസുകാരൻ. ആ വാസുവിൻ്റെ മകനെ കൊന്നത് ആരാണെന്ന് കോടതിയിൽ തെളിയുന്നത് നമുക്ക് കാണാം. ഏതൊക്കെ എംബോക്കികളുടെ കയ്യിൽ നാണം കെട്ട് കാശും വാങ്ങി എൻ്റെ മകൻ്റെ പേരിൽ കൊലപാതക കുറ്റം ചാർത്തി കെട്ടാൻ നോക്കുന്ന തന്നെ പോലുള്ള പോലീസുകാരാ കോടതിയിൽ തലകുനിച്ച് നിൽക്കാൻ പോകുന്നത്. അല്ലാതെ ഞാനും എൻ്റെ മക്കളും അല്ല എന്ന് മാഷ് പറയുമ്പോഴത്തേക്ക് ഒരു ഒറ്റ അടിയായിരുന്നു സുധാകരൻ മാഷിനെ TSI അച്ഛാന്ന് പറഞ്ഞ് അവർ ചെന്നപ്പോഴത്തേക്ക് മാറി നിൽക്കടാ അവിടെ നിന്ന് പറഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷനാണ്, കാക്കിയിട്ട പോലീസുകാരനാണെന്നും അതറിഞ്ഞു വായാടിയാൽ മതി കേട്ടോടോ പന്ന മാഷെന്ന് ചോദിച്ചുകൊണ്ട് ഈ SI പറയണു. അവൻ ആകാശകോടായിൽ ഇരിപ്പുണ്ടെന്ന് അവൻ അറിയില്ലല്ലോ. അപ്പോൾ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് സന്തോഷേ ഇവരെ അകത്തെ മുറിയിലാക്ക്, എനിക്കൊന്ന് കാര്യമായിട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതുങ്ങളെ അകത്തേക്ക് കൊണ്ടുപോവുക. ഇവരകത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് പിന്നെ നമ്മുടെ ഇഷിത എവിടെയെങ്കിലും ഇരുന്നത് വായിക്കുക. അപ്പോൾ നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒച്ച എടുത്ത് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്താ പറ്റി? അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഗ്ലൂക്കോസ് സൂപ്പ് എല്ലാം താഴെ പോയി. അപ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിച്ചു ഓടി വന്നു ഇഷിത ഒച്ച കേട്ട്. അപ്പോൾ പിന്നെ താഴെ വീണതെല്ലാം എടുത്ത് വെക്കുക. എന്താ പറ്റിയേ? വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇഷിത ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി, ആ സൂചി കുത്തിയിരുന്നതിൻ്റെ. വേഗം തന്നെ ഇഷിത അതെല്ലാം എടുത്ത് മാറ്റി അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. അപ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ് വിക്രത്തിന്, ഭയങ്കര വെപ്രാളം.
ഇപ്പം വേദന മാറിക്കോളും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചക്ഷനും കൊടുക്കുക. വേദന കാരണം എഴുന്നേറ്റതാണോ അതെന്തെങ്കിലും സ്വപ്നം കണ്ടതാണോ എന്ന് ഇഷിത ചോദിക്കുമ്പം ഞാൻ വീട്ടുകാരെ പറ്റി ഓർത്തതാണെന്നും അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആരും വിടില്ല എന്നും വിക്രം പറയാം. അത് ഉറപ്പാ. അതേക്കുറിച്ച് ഇവിടെ കിടന്ന് ഓർക്കണോ? ഈ രാജ്യത്തെ ഒരു നിയമ സംവിധാനമൊക്കെ ഇല്ലേ, നമുക്ക് അതുവഴി നോക്കാവുന്ന കാര്യം ഇഷിത പറയുന്നു. അതിനുശേഷം മരുന്ന് കുത്തിവെക്കുക. അപ്പം ഞാൻ അനുഭവിക്കാനുള്ളതും മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നിയമപോരാട്ടം നടത്തിയിട്ട് എന്താ കാര്യമെന്ന് വിക്രം ചോദിച്ചു. ഇപ്പോഴത്തെ അവരുടെ പ്രധാന പ്രശ്നം അത് എന്നെ കിട്ടാത്തതായിരിക്കുമെന്നും അതിനുവേണ്ടി അവർ ഓരോന്ന് ചെയ്തു കൂട്ടുമായിരിക്കും, അതിനുള്ള ഫലം മുഴുവൻ എൻ്റെ വീട്ടുകാർ അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്നും പറഞ്ഞു. വിക്രം കുറേയൊക്കെ ആലോചിച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, വാർത്തകൾ അറിയാൻ പറ്റാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്. പിന്നെ എനിക്ക് ബേദിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്തായാലും വിക്രത്തിൻ്റെ ഫോൺ ഉപയോഗിക്കണ്ട കേട്ടോ, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഇഷിത എവിടെ നിന്ന് അങ്ങ് പോയി. പെട്ടെന്ന് തന്നെ വിക്രം വേദയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഞാനൊരു ദുർസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. എന്ത് സ്വപ്നമാണെന്ന് ചോദിച്ചു വേദ. അപ്പോൾ അത് ഒരു മൈതാനത്തിന് നടുക്ക് അച്ഛനെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണെന്നും ചുറ്റും ആളുകളൊക്കെ അച്ഛനെ തെറി പറയുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുകയൊക്കെയാണ്. അപ്പോൾ അവർക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് നിനക്കറിയാവല്ലോ. വാസുവൻ കലി തുള്ളി നടക്കുകയാണെന്ന്. എന്നെ കിട്ടാത്തതിൻ്റെ ചൊരുക്ക് മുഴുവനും അയാൾ എൻ്റെ കുടുംബത്തോട് തീർക്കുമെന്നുള്ള കാര്യം വേദ പറയണം, പ്രത്യേകിച്ച് അച്ഛനോട്. അച്ഛനെ നാണം കെടുത്തിയാൽ എന്നെ വേദനിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്കറിയാം എന്ന് പറയുമ്പോൾ വിക്രം വിഷമിക്കാതിരിക്കും, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു വേദ. അപ്പം ഒന്ന് വീട് വരെ പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാവന്നേ, തൽക്കാലം അവിടെ വിശ്രമിക്കുക. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം വേണം, എത്രയും വേഗം തന്നെ ഞാൻ വിളിക്കാവന്നേ. അതും പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്ന നമ്മുടെ അമ്മ, അതായത് കമലയാണ്. അപ്പോൾ കമലാമ്മ ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴത്തേക്കും ഫോണിലേക്ക് വേഗം കോള് വന്നു. അപ്പോൾ വേദയുടെ കോള് കണ്ടപ്പോഴത്തേക്കും ചാടി എടുത്തു. ഹലോ മോളെ. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഒരു ഒറ്റ കരച്ചിലായിരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് മോളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പം അമ്മയ്ക്ക് തോന്നുകയാണെന്നൊക്കെ പറയുമ്പം ഞാൻ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോ അമ്മയെന്ന് വേദ പറഞ്ഞു. വേദ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടെന്ന് അമ്മ കരുതിക്കോളാൻ വേദ പറയുമ്പോൾ അവനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പം വേദയാണെന്നുണ്ടെങ്കിലൊന്നും മിണ്ടുന്നില്ല. മാഷു പറയണത് അവൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തുണ്ടായിരിക്കുമെന്നുള്ളതാ. അങ്ങനെയാണോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പം ആവും അമ്മ, വിക്രത്തിന് ഒന്നും സംഭവിക്കില്ലെന്നേ. അമ്മ ധൈര്യമായിട്ടിരുന്നോളാനൊക്കെ വേദ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് ധൈര്യമാണ് മോളെ ഉള്ളതെന്ന് അമ്മ ചോദിച്ചു. എൻ്റെ മനസ്സിന് ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അവനും മോളും എൻ്റെ അടുത്ത് ഉണ്ടാകണമെന്ന് അമ്മ മോളോട് പറയുവാണ്. പിന്നെ ഇനി അത് ഒരിക്കലും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്നു. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര ഒരു വിഷമം. അപ്പം നിന്നെ കാണാൻ വന്ന് തിരിച്ചു വന്നപ്പോൾ മാഷ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. നീ അധിക കാലം അവിടെ ഒന്നും നിൽക്കില്ല എന്ന്. പിന്നെ ശരിയാണോ മോളെ എന്നൊക്കെ ചോദിക്കുക. നീ തിരിച്ചു വരുമെന്ന് ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ ഒന്നും മിണ്ടുന്നില്ല. പറ മോളെ, നീ അതൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പം ആദ്യം വിക്രത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ അമ്മേ, എന്നിട്ട് എനിക്ക് ചെയ്ത് തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് വേദ പറഞ്ഞു. അത് തീർന്ന് ഞാൻ വരുമെന്നും വേദ പറയാം. ഉറപ്പായിട്ട് ഞാൻ വരുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, ഭയങ്കര സന്തോഷത്തോടെ ആ സങ്കടങ്ങളൊക്കെ അങ്ങ് മറന്ന് കണ്ണൊക്കെ തുടച്ചങ്ങ് നിൽക്കുക. നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ മോളെ എന്ന് ചോദിച്ചു. അമ്മയെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതൊന്നും അല്ലല്ലോ. അല്ലമ്മേ, ഒരിക്കലും അല്ല. പക്ഷെ ഈ കാര്യം അമ്മയും ഞാനും മാത്രമേ അറിയാൻ പാടുള്ളൂ, ആരോടും അമ്മ ഇത് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം ഇല്ല, ഞാൻ ആരോടും പറയത്തില്ല മോളെ. പക്ഷേ എൻ്റെ മാഷിനോട് ഞാനിത് പറയുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയുമ്പം അതമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അതായിക്കോട്ടെ. അച്ഛൻ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അതോർത്ത് വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് മോള് വിളിച്ചതെന്ന് പറഞ്ഞു. എന്താ അമ്മേ കാര്യം? അന്നേരം ഇന്നലെ രാത്രി സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു എന്നും അച്ഛനോടും വിശ്വനോടും വിനായകനോടും ഇന്ന് രാവിലെ സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്ക് ടെൻഷനായി. എന്നിട്ട് ഇറങ്ങാറായില്ലേന്നും ചോദിച്ച ആ SI രാവിലെ വീണ്ടും വിളിച്ചായിരുന്നു. പിന്നെ അപ്പം പോയതാ, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു നോക്കിയില്ലേന്ന് ചോദിച്ചു. വിളിച്ചു നോക്കിയിട്ട് ശ്രീജയും ഞാനും നന്ദിനിയും കുറേ തവണ വിളിച്ചു, എടുക്കുന്നില്ല മോളെ എന്ന് അമ്മ പറയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണുമോ മോളെ എന്ന് ചോദിച്ചപ്പം അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ വേദയുടേതായ വഴികളിലൂടെ അന്വേഷിക്കുക. അതും ദർശനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ദർശൻ വണ്ടി ഓടിച്ചങ്ങ് പോണു. ആ സമയത്ത് വേദയുടെ കോള് ചെന്നു. വേദ, ദർശൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് നാളെ ഹൈക്കോർട്ടിൽ ഒരു കേസുണ്ട് എറണാകുളത്തെ.
ഇന്ന് തന്നെ പോകാമെന്ന് കരുതി. അത് രാവിലെ ഡ്രൈവ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ദർശൻ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വേദ വിവരങ്ങളെല്ലാം പറയുക. അപ്പോൾ അത് കേട്ടപ്പം താൻ ടെൻഷൻ ആവണ്ട, ഞാൻ വിളിച്ചു നോക്കാം, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞു. കോടതി പോക്കൊക്കെ നിർത്തിയിടൂ. അപ്പോൾ ഇല്ലെന്നേ, അതൊക്കെ ഉണ്ട്. പിന്നെ ശ്രീനിവാസൻ്റെ കേസിൽ പുനരന്വേഷണം നടക്കുകയല്ലേ, തൽക്കാലം വേറൊന്നും ഏറ്റിട്ടില്ല, അതാ എന്ന് വേദ പറഞ്ഞപ്പോൾ ശരി, എന്തായാലും കോടതി പോക്കൊന്നും മുടക്കണ്ട, വേദയുടെ വലിയൊരു കരിയറാണത്, ശരിയെന്നാ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ദർശൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വനെയും അതുപോലെ അച്ഛനെയും വിനായകനെയും കൊണ്ടുവന്ന് നേരത്തെ ഇങ്ങനെ നിർത്തിയിരിക്കാം. അപ്പം നമ്മളെ മാക്സിമം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വിശ്വൻ അച്ഛനോട് പറയാം. അപ്പം അച്ഛനും അത് മനസ്സിലായി. അപ്പം വിക്രത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിനെ ഇതുപോലൊരാളായി വളർത്തിയെടുക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നീ ശ്രമിച്ചില്ലായിരുന്നോ, അപ്പം നീയും ചെയ്തതല്ലേടാ എന്ന് വിനായകനോട് ചോദിച്ചു. വിനായകൻ അന്നേരം തലയും കുനിച്ചിങ്ങനെ അവിടെ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുവാണ്. അങ്ങനത്തെ ആ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോടോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വിനായകനെ വിളിച്ചു. വിനായകനെ അകത്ത് കൊണ്ടുപോയി ഇങ്ങോട്ട് നീങ്ങിക്കിടാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വിനായകനെ ഇടിക്കുക. അപ്പോഴത്തേക്കും വിനായകനെ ആ പോലീസുകാരൻ്റെ കാല് പിടിച്ചു. സാറെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ പറയടാ, നീ അവനെവിടെയാന്ന് പറയടാന്ന് പറഞ്ഞു. വിനായകൻ്റെ കാല് ചവിട്ടി അരയ്ക്കുക കേട്ടോ. വേദന കാരണം പൊളയുക. എനിക്ക് അറിയില്ല എന്ന് വിനായകൻ പറഞ്ഞപ്പോഴത്തേക്കും കുറേ ഇടിച്ചു. അപ്പോഴത്തേക്കും സാറേ തല്ലല്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തു നിന്ന് വിശ്വൻ അച്ഛനും ഇത് കണ്ടു. അച്ഛനും ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അച്ഛനെയും വിശ്വനെയും പുറത്തുള്ള പോലീസുകാർ പിടിച്ചു നിർത്തിയിരിക്കുക. ഇതിനൊക്കെ അയാൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഇയാൾക്കറിയില്ലല്ലോ. അങ്ങനെ ഇതുങ്ങളെ എല്ലാം മാറി മാറി ഇടിക്കുക. വിനായകനെ ഇടിച്ച് തളർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിനായകൻ അനങ്ങാൻ പോലും വരാണ്ടായിട്ടോ. അത് കഴിഞ്ഞ് വിശ്വനെ വിളിച്ചുകൊണ്ട് പോയി. വിശ്വനെ ലാത്തി വെച്ച് അടിക്കുവാണ്. അടിയെന്ന് പറഞ്ഞാൽ അതിന് അനങ്ങാൻ മേലാത്ത രീതിയിൽ അതിനെ അടിച്ച് തകർക്കുക. ഈ സമയത്ത് അച്ഛൻ വിടറ എൻ്റെ മോനെ വിടറാന്ന് പറഞ്ഞത്. പക്ഷെ 2 പോലീസുകാർ എന്ന് സുധാകര മാഷിനെ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടേ ഇരുത്തി. പറയടാന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനെ അടിക്കുക. വിശ്വൻ ഈ ഷർട്ടിൻ്റെ കോളർ ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഓരോ തുള്ളി ഒച്ച പോലും നമ്മുടെ വിശ്വൻ പുറത്ത് വിട്ടില്ല. അപ്പോഴത്തേക്കും അച്ഛന് വയ്യാതായി. അച്ഛനിങ്ങനെ കുഴഞ്ഞു വീഴാൻ പോകുക കേട്ടോ. അപ്പോഴത്തേക്കും വിശ്വനും ഇറങ്ങി വന്നു. അച്ഛാ എന്നെ ചെയ്തില്ല അച്ഛാ, എന്നൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ പറയാം. അച്ഛൻ തളർന്ന് വീണല്ലോ, എന്നെ അവരൊന്നും ചെയ്തില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ വിശ്വൻ. അപ്പോഴത്തേക്കും മാഷ് അവിടെ കുഴഞ്ഞു വീണു. മാഷിന് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ നെഞ്ചുവേദനയും കാര്യങ്ങളെല്ലാം വന്ന് 2 പേരും ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ദുഷ്ടത മറ്റേ അവന്മാർക്ക്, അതായത് ശ്രീകാന്തിനും അവൻ്റെ അമ്മായച്ചനും വേണ്ടിയിട്ട് ഈ പോലീസുകാരൻ ചെയ്ത് ആ ഒരു ഇത് ആയിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് രക്ഷകയായിട്ട് നമ്മുടെ വേദ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായി എത്തിക്കാണും ദർശൻ്റെ ആ ഒരു ഇതിൽ. എന്തായാലും അയാൾക്ക് ഇടിവെട്ടും പേമാരിയായിട്ട് വരുന്നുണ്ട്. തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും തൊട്ടു എന്ന് വിക്രം അറിയുന്ന നിമിഷം അവൻ്റെ അവസാനം കാണാൻ നമ്മുടെ വിക്രം അവതരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. സീ ക്യാൻ ടേക്ക് കെയർ. ബൈ ബൈ.